ചാരുമൂട് SNDP യൂണിയന്റെ ശ്രീനാരായണ കൺവെൻഷന് തുടക്കമായി. 9-ന് സമാപിക്കും. സ്വാമി വിശുദ്ധാനന്ദ ഭദ്രദീപ പ്രതിഷ്ഠ നിർവഹിച്ചു. ചാരുമൂട് SNDP യൂണിയന്റെ ശ്രീനാരായണ കൺവെൻഷനാണ് തുടക്കമായത്. ഓഗസ്റ്റ് 9 വരെയാണ് യൂണിയൻ ആസ്ഥാന മന്ദിരത്തിൽ ശ്രീനാരായണ കൺവെൻഷൻ നടക്കുന്നത്. കൺവെൻഷൻ ഉദ്ഘാടനത്തിന് മുന്നോടിയായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗുരുപൂജ, ഹവനം, ശാരദാ പൂജ എന്നിവ നടന്നു. ശിവഗിരി മഠം മുൻ മഠാധിപതി സ്വാമി വിശുദ്ധാനന്ദ ഭദ്രദീപ പ്രതിഷ്ഠ നിർവഹിച്ചു. ശ്രീനാരായണ പരമഹംസദേവന്റെ ഉള്ളംകനിഞ്ഞ് സംസ്ഥാപനം ചെയ്ത മഹാസംഘടനയിന്ന് വടംവൃക്ഷം പോലെ അങ്ങനെ വളർന്നു പന്തലിച്ച് ശാഖോപശാഖകളായി ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തും അതിന് വേരുകൾ ഊന്നി പടർന്നുകൊണ്ടിരിക്കുകയാണ്, വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അതിൻ്റെ ഫലമായി തന്നെ അതിൽ നിന്ന് കിട്ടുന്ന തണൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള സുഖപ്രദമായ ആശ്വാസം തരുന്ന ഒരു സങ്കേതമായി. അതുകൊണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തെ ഗുരുവിൻ്റെ ആശീർവാദത്തോടെ ധർമ്മ പരിപാലന എന്ന മഹത്തായ കർമ്മത്തെ അവിടുന്ന് ഏൽപ്പിച്ചുകൊണ്ട് നിർവഹിച്ചത്. യൂണിയൻ ചെയർമാൻ ഡോക്ടർ AV ആനന്ദരാജ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കൺവീനർ ഗോപൻ ആഞ്ഞിലിപ്ര സ്വാഗതം പറഞ്ഞു. യൂണിയൻ വൈസ് ചെയർപേഴ്സൺ രേഖ സുരേഷ് നന്ദി പറഞ്ഞു. ഗുരു നിർദ്ദേശിക്കുന്ന പഞ്ചധർമ്മവും ജീവിത വിജയവും എന്ന വിഷയത്തിൽ ആശാപ്രദീപും, ഗുരു നിർദ്ദേശിക്കുന്ന പഞ്ചശുദ്ധിയും ആരോഗ്യം എന്ന വിഷയത്തിൽ ഡോക്ടർ ബിന്ദു സനലും പ്രഭാഷണം നടത്തി. അത് വളരെ മുൻപേ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതാണ്. ഇത്തരത്തിലുള്ള അറിവുകളെ കുറിച്ച് ശ്രീനാരായണ പരമഹംസദേവൻ നമുക്ക് വ്യക്തവും കൃത്യവുമായ അറിവുകൾ പകർന്നു തന്നു. പക്ഷേ ഗുരുവിന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ, ഈ അരുമയെ ആരറിയുന്ന ഹോ വിചിത്രം. ഗുരു തന്നെ പറഞ്ഞതാണേ നമ്മളെ പറ്റി. ഈ അരുമയെ, ഈ പരമമായ സത്യത്തെ, ഈ പരമമായ ആനന്ദത്തെ, ഈ പരമമായ ഉണ്മയെ ആരറിയാൻ? ആർക്കും ഇത് വേണ്ട. താൽക്കാലികമായ നൈമിഷികങ്ങളായ സുഖങ്ങളുടെ പിറകെ പാഞ്ഞ് ജീവിതം നശിപ്പിക്കുകയാണ്. ശരിയല്ലേ? ആന പിടിയാനെ കാണുമ്പോൾ വീണുപോകും. അങ്ങനെയാണല്ലോ കൊമ്പനാനെ പിടിക്കുന്നത്. മാനാണെങ്കിൽ നല്ല ശബ്ദമാധുര്യം കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? അതിൽ ലയിച്ചു നിൽക്കും. അതിൽ അങ്ങനെ മതിമറന്നു നിൽക്കുമ്പോഴാണ് മാനിനെ എന്ത് ചെയ്യുന്നത്? കൊണ്ടുപോണത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.